സംസ്ഥാനത്തിന്റെ അഭിമാനമായി മാറുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം ഇന്ന്. രാഷ്ട്രീയ വിവാദങ്ങളോടെയാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയിലൂടെ കപ്പൽ ഓടിത്തുടങ്ങുന്നത്. പദ്ധതിയുടെ പിതൃത്വത്തിൽ തുടങ്ങി പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചില്ല എന്നതുവരെ നീളുന്നു വിവാദങ്ങൾ. വിഴിഞ്ഞത്തെത്തിയ ആദ്യ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണവും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവും നടക്കുന്നത് ഇന്ന് രാവിലെ 10 മണിക്ക്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും MLA-മാരും ചടങ്ങിനെത്തും. പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തത് ഇതിനോടകം വിവാദമായിട്ടുണ്ട്. പദ്ധതിയുടെ ക്രെഡിറ്റ് കൈവിട്ടു പോകുമെന്ന ഭയമാണ് സർക്കാരിനെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാദം. സ്ഥലത്തെ MP-ആയ ശശി തരൂരും ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയെങ്കിലും മത്സ്യത്തൊഴിലാളികളോട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വമാണ് പ്രധാന രാഷ്ട്രീയ ചർച്ച. LDF സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ അവകാശവാദം. ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമെന്ന കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതിരോധം. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇടതു സർക്കാർ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന വൈകാരികതയിൽ മറുപ്രതിരോധം തീർക്കുകയാണ് UDF MLA M വിൻസെന്റ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തേക്കും. വിഴിഞ്ഞത്തെ കപ്പലിനെ സ്വീകരിക്കുന്ന ഇന്ന് ആഹ്ലാദ ദിനമായി ആചരിച്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യ പ്രകടനം നടത്താൻ UDF പ്രവർത്തകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.